Hello friends, welcome back to Marians Kitchen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിംഗ് ആണ്. ഇത് ഇറ്റാലിയൻ ഡെസേർട്ട് ആണ്. അപ്പോൾ നമുക്ക് ഇത് വീട്ടിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസും ഇതിന്റെ മെത്തേഡും നോക്കിയേച്ചും വരാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ജലാറ്റിൻ ഒന്ന് കുതിരാൻ വെക്കാം. ജലാറ്റിൻ ഞാനിവിടെ ഈ ഒരു കമ്പനിയുടെ ജലാറ്റിൻ ആണ് ഉപയോഗിക്കുന്നത്. ഗൾഫിലുള്ളവർക്ക് ഇത് പെട്ടെന്ന് കിട്ടും. നാട്ടിലാണെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക. ഈ ഒരു സ്പൂൺ കൊണ്ട് വലിയൊരു സ്പൂൺ ജലാറ്റിൻ പൗഡർ ആണ് ഞാൻ മാംഗോ പൾപ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് എടുക്കുന്നത്. ഇതിനകത്തോട്ട് ഒരു 1/4 ഗ്ലാസ് നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും ഈ ജലാറ്റിൻ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. ജലാറ്റിൻ കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മാംഗോ പാർട്ടിലേക്കുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഉള്ളിലത്തെ ചെറിയ ചെറിയ പീസുകളാക്കി നുറുക്കിയിട്ട് അതങ്ങ് സ്പൂൺ കൊണ്ട് കോരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടേച്ചും കൊടുക്കാം. നമ്മളിതിൻ്റെ പൾപ്പ് മാത്രമാണ് എടുക്കുന്നത്, ജ്യൂസ് ആക്കിയിട്ടല്ല എടുക്കുന്നത്. ഇതിനകത്തോട്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചില മാങ്ങയ്ക്ക് പുളി ഉണ്ടായിരിക്കും, അപ്പോൾ അതും കണ്ട് പഞ്ചസാര കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ പൾപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റ് രൂപമാക്കി നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്ത പൾപ്പ് ഞാനിവിടെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതിനകത്തുനിന്ന് കുറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. കുറേ ഒന്നുമില്ല, ഏകദേശം ഒരു 1/4 ഭാഗം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. 3 ഗ്ലാസ്സിലാണ് ഞാനിപ്പോൾ ഈ മാംഗോ പുഡിംഗ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി വരികയാണെങ്കിൽ പിന്നെ അതിനകത്ത് ജലാറ്റിനൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നോക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഭാഗം എടുക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ജലാറ്റിന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് നല്ല കട്ടയായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് കൊടുത്താൽ മതി. നല്ല തിളച്ച വെള്ളത്തിൻ്റെ മീതെ ഈ ഒരു പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതേപോലെ മെൽറ്റായി കിട്ടും. സൗകര്യമനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ 1/4 ഭാഗം ജലാറ്റിനാണ് ഈ മാംഗോ പൾപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് മാംഗോ പൾപ്പ് ഞാനവിടെ മാറ്റി വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതിനകത്തോട്ട് ചേർക്കാനാണ് ബാക്കിയുള്ളത് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് സെറ്റാക്കാം. ഗ്ലാസ് സെറ്റാക്കാനായിട്ട് ഒരു ഇച്ചിരി പാടാണ്, അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് ഗ്ലാസ് വെക്കാനായിട്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തോട്ട് ഞാൻ തുണി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഗ്ലാസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് ഗ്ലാസ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് നിവർന്നിരിക്കത്തുള്ളൂ. ഗ്ലാസ് ഇങ്ങനെ ചെരിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് മാംഗോ പൾപ്പ് ഒരു ഭാഗത്തും വാനില ഫ്ലേവർ മറ്റൊരു ഭാഗത്തും ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ഐഡിയ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. ഇത് ഇച്ചിരി റിസ്ക് ആണ്. എനിക്ക് 2 ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ 3ാമത്തെ ഗ്ലാസ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെല്ലാം ചതയ്ക്കണ ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. മറ്റൊരു ഭാഗം വാനില ഫ്ലേവറിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഗ്ലാസ് ഇങ്ങനെ ചെരിച്ച് വയ്ക്കുന്നത്. മറ്റോണാകുമ്പോൾ കറക്റ്റ് 2 ലെയറായിട്ട് കിട്ടത്തുള്ളൂ. ഇത് കാണാനൊരു ഭംഗിയാണ്. കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ കോരി എടുക്കുമ്പോൾ 2 ഭാഗമായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. ഇതിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട്. ഒരു ഭാഗം ചിരിച്ചു വെച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രം ഒഴിക്കുക. എന്നിട്ട് ഗ്ലാസ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം റെഡിയാക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള 2 ഗ്ലാസ്സും ഇതേപോലെ തന്നെയാണ് ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞോണം, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ മറ്റൊരു ഐഡിയ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇതേമാതിരി ഗ്ലാസ് ചെരിച്ച് വെക്കുന്ന എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. 2-3 മണിക്കൂർ വേണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. അത് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് വാനില ഫ്ലേവറിനുള്ളൊരു ഭാഗം റെഡിയാക്കി എടുക്കാം. 1 സ്പൂൺ തന്നെ ജലാറ്റിൻ പൗഡർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1/4 സ്പൂൺ ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് റെഡിയാക്കാൻ വെക്കുകയാണ്. സെയിം മാംഗോ പുഡിങ്ങിന് നമ്മൾ ചെയ്ത ഒരു പ്രോസസ്സ് തന്നെ. നമുക്കിനി പാല് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പാലാണ് എടുക്കുന്നത്. 3 ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് 1/2 കപ്പ് എടുക്കുന്നത്. നിങ്ങൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പാല് യൂസ് ചെയ്യാം കേട്ടോ. കൂടുതൽ രുചിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കിംഗ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റാണ് നിങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏത് പാക്കറ്റ് ആണെങ്കിലും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് നിന്ന് ഒരു 1/4 കപ്പ് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ. ഇതിനകത്തോട്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഇച്ചിരി പഞ്ചസാര കൂടി നിൽക്കണം കേട്ടോ എപ്പോഴും ഈ ഒരു ഭാഗത്ത്. ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം.
ഞാനിവിടെ അടുപ്പത്ത് വെച്ച് ഏകദേശം 1-2 മിനിറ്റ് തിളപ്പിച്ച് നന്നായിട്ട് എടുത്തിട്ട് ഇപ്പോൾ സിമ്മിലിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ റെഡി ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല പഞ്ചസാരയെല്ലാം മെൽറ്റായി അതേപോലെ നന്നായിട്ട് കട്ടിയായി വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ജെലാറ്റിൻ, നമ്മൾ കുതിരാൻ വെച്ച ജെലാറ്റിൻ ഞാൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മെൽറ്റാക്കിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചൂടുള്ള കാരണം പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നോളും. അപ്പോൾ ജെലാറ്റിൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൂട്ടി വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പാലായ കാരണം പെട്ടെന്ന് തളച്ച് പോവും. ഏകദേശം 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിവിടെ നന്നായിട്ട് അതേപോലെ നന്നായിട്ട് കുറുതായിട്ട് വരും. ആ സമയത്ത് തീ നിങ്ങൾക്കങ്ങ് ഓഫ് ചെയ്തിടുക കേട്ടോ. ഇതിനകത്തോട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം എസൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വാനില മാത്രം യൂസ് ചെയ്യാം. ഐസ്ക്രീം എസൻസ് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ വാനില ഫ്ലേവറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റിലാണ് ഐസ്ക്രീം എസൻസ് ചേർത്താണ് കാരണം കിട്ടുക. വാനില ഞാനൊരു 1/4 ടീസ്പൂൺ പൗഡറാണ് അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എസൻസ് ആണെന്നുണ്ടെങ്കിൽ വാനില എസൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഐസ്ക്രീം എസൻസും വാനില എസൻസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ മാംഗോ പുഡിങ്ങിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കും. അതേസമയം നമ്മൾ ഫ്രീസറിനകത്ത് സെറ്റാക്കാൻ വെച്ച മാംഗോ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഭാഗം കറക്റ്റായിട്ട് ലെവലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് ഒഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അതിനകത്തോട്ടാണ് നമ്മൾ വാനില ഫ്ലേവറുള്ള ആ പാല് നമ്മൾ ഉണ്ടാക്കിയത് തണുത്തതാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്ലാസ് നിറയെ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ആ കറക്റ്റായിട്ട് 2 ലെയർ 2 വ്യത്യസ്ത ഭംഗിയിലും നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനത്തെ ഒരു 3 ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 3 ഗ്ലാസ്സിലേക്കുള്ളത് മാത്രമാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തത്. നിങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക കേട്ടോ. ഇനി ഇത് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ 1/2 മണിക്കൂർ ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഞാനിവിടെ സെറ്റാക്കി എടുക്കാൻ പോവാണ്. അങ്ങനെ സെറ്റായി വന്നിട്ടുള്ള മാംഗോ പുഡിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങയുടെ പീസുകൾ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തതാണ്. ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ പുഡിങ് മാംഗോ പന്ന കോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ഈസിയാണ്, ഒരു ഇച്ചിരി സമയം പിടിക്കും. പക്ഷേ ഫ്രീസറിനകത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.